എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിലേക്ക് കിടക്കുന്ന മനുഷ്യന്മാർ, സ്വർഗത്തിലേക്ക് കിടക്കുന്ന സഹോദരിമാരെ 4 വരികളിലായി അല്ലാഹു നിർത്തും. അതിൽ ഒന്നാമത്തെ വരിയിൽ ആസിയ ബീവി ഉണ്ടാകും, രണ്ടാമത്തെ വരിയിൽ മറിയം ബീവി ഉണ്ടാകും, മൂന്നാമത്തെ വരി നയിക്കുന്നത് എന്റെ ഭാര്യ ഖദീജയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ വരി നിയന്ത്രിക്കുന്നത് അത് എന്റെ ഭാര്യ ഖദീജയായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖദീജ ബീവി നമ്മൾ നിസ്കരിച്ചത്ര നിസ്കരിച്ചോ? നമ്മൾ നോമ്പ് നോറ്റതുപോലെ നോമ്പ് നോറ്റോ? നമ്മൾ ചൊല്ലിയത് പോലെ നിൽക്കുന്നില്ലയോ? ഖദീജ ബീവി എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റ് ഞാൻ ചൊല്ലി തരാം നിങ്ങളെ കൂടി പറഞ്ഞോ? ഇല്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വർഗം കൊടുക്കാൻ കാരണം ഖദീജയുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹബീബിനോട് അടക്കാൻ കഴിയാത്ത പ്രണയം കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുത്തുനബിയെ. ഒറ്റ കാര്യം, ശുദ്ധമായ തൗർ ഗുഹയുടെ മുകളിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 35-ാമത്തെ വയസ്സിൽ കയറിപ്പോയിട്ടുണ്ട്. ആ സമയം മുതൽ 40 വയസ്സ് നബുവത്ത് കിട്ടുന്നത് വരെ ഖദീജ ബീവി ഭക്ഷണമായിട്ട് മലയുടെ മുകളിലേക്ക് കയറിപ്പോകും. എല്ലാ ദിവസവും ഖദീജ വരുന്നത് വരെ മുത്തുനബി തങ്ങൾ കാത്തു. ഒരു ദിവസം ഖദീജ ബീവിക്ക് മുത്തുനബി തങ്ങൾക്ക് നബുവത്ത് കിട്ടിയതിന് ശേഷവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജബൽ നൂർ പർവ്വതത്തിന്റെ മുകളിൽ ഒറ്റയ്ക്കിരുന്ന് അല്ലാഹു ഇബാദത്ത് എടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഖദീജ ബീവി വരാൻ നേരം വൈകി, വരുന്നത് കാണില്ല. മുത്തുനബി ആകെ വിഷമിച്ചു. കാരണം മുത്തുനബിയോട് ആളുകൾക്ക് പകയും പോരും, കള്ളനെന്ന് വിളിയും ചീത്ത വിളിക്കലും ആക്ഷേപിക്കലും തെറി പറയലും ഒക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വരവ് കാണാതെ പോയത്. അങ്ങനെ തങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്തു പറ്റി എന്റെ ഖദീജക്ക്? എന്താണ് എന്റെ ഖദീജക്ക് സംഭവിച്ചത്? കാരണം ഖദീജ ബീവിക്ക് പനിയായിരുന്നു. അങ്ങനെ മുത്തുനബി തങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുകയാണ്. എന്നിട്ട് മുത്തുനബി തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന് ഞാൻ വന്നത് നിങ്ങൾക്കൊരായത്ത് കേൾപ്പിച്ചു തരാനല്ല, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു വിശുദ്ധമായ ദീനിന്റെ ബാലപാഠം പഠിപ്പിച്ചു തരാനല്ല, ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ദീനിയായ കാര്യം പറഞ്ഞു തരാനല്ല ഇവിടത്തിലേക്ക് വന്നത്. ഇന്ന് എന്റെ റബ്ബ് പറഞ്ഞതാണ്. ഞാൻ വരാനുണ്ടായ കാരണം നിങ്ങളുടെ ഭാര്യ കയറിക്കൊണ്ടിരിക്കുകയാണ്. ജബൽ നൂർ പർവ്വതത്തിന്റെ മുകളിലേക്ക് രോഗിയായി കിടക്കുന്ന ഖദീജ കയറി വരികയാണ്. ആ ഖദീജ വന്നാൽ അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ അവരോടൊരു സലാം പറയണം. ഈ സലാം എന്റെ സലാമല്ല, ലോകം അടച്ചു പരിപാലിക്കുന്ന രാജാതിരാജനായ റബ്ബിന്റെ സലാമാണ്, അല്ലാഹുവിന്റെ സലാമാണ്. യാ റസൂലല്ലാഹ്, ഖദീജ കയറി വരുന്നുണ്ട് നബിയെ. പനിച്ച് തളർന്ന് ക്ഷീണിച്ച അവസരമായിട്ടാണ് കയറി വരുന്നത്. വന്ന് നിങ്ങളുടെ അരികിലേക്ക് വരും. ഞാൻ വന്നത് ആ ഖദീജ വന്നാൽ ഖദീജയോട് പറയണം റബ്ബിന്റെ ഒരു സലാം ഉണ്ടെന്ന്. അങ്ങനെ ഖദീജ ബീവി ഇങ്ങനെ കയറി വന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തെത്തിയപ്പോ ഖദീജ ബീവിയുടെ കൈ പിടിച്ചിട്ട് ചുംബിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദീജ, നീ എത്ര ഭാഗ്യവതിയാണ്, നിന്നോട് ലോകം പടച്ചു പരിപാലിക്കുന്ന റബ്ബ് സലാം പറഞ്ഞിരിക്കുന്നു. ഖദീജ ബീവിക്ക് റബ്ബിന്റെ സലാം കിട്ടാൻ എന്തേ കാരണം? ഖദീജ ബീവി നമ്മൾ ചെയ്തതുപോലെ എന്തെങ്കിലും അമൽ ചെയ്തിട്ടുണ്ടോ? ഖദീജ ബീവി മനസ്സിന്റെ ഉള്ളിൽ ഹബീബിനോടുള്ള അടക്കാൻ കഴിയാത്ത പ്രണയം, അടക്കാൻ കഴിയാത്ത സ്നേഹം, ഇഷ്ക്, അത് മാത്രമായിരുന്നു. അങ്ങനെ എടുത്ത് പരിശോധിച്ചാൽ എല്ലാവരും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കോലം എങ്ങനെയാണെന്നറിയോ? ശരിക്കും കിതാബ് ഹംസിയ കിതാബ് വളരെ കറക്റ്റ് പറയുന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റൂല, എന്നാലും ഞാൻ പറഞ്ഞു തീർക്കണം. മെലിഞ്ഞ ശരീരമാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ, മെലിഞ്ഞ ശരീരം, കണ്ണ് കുഴിയിലേക്ക് ഇറങ്ങിയ കണ്ണുകളാണ്, നീണ്ട നെറ്റിത്തടമാണ്, വിശാലമായ നെറ്റിത്തടം. ദക്കനിന്റെ മുകളിലായിരുന്നു താടിരോമം ഉണ്ടായിരുന്നു. ഇവിടെ മാത്രം താടിരോമം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഇവിടെ നിന്ന് രോമം വരൂല, ഇവിടെ മാത്രമായിരുന്നു വന്നിരുന്നത്. അതിങ്ങനെ നീണ്ട് ഇങ്ങനെ നെഞ്ചോട് നേരെ ചേർന്ന് കിടക്കും. മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ അതിങ്ങനെ പാറിക്കളിക്കും. കഴുത്ത് നല്ല നീളമുള്ള കഴുത്തായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബിയോടുള്ള പ്രണയം തുടങ്ങിയത് എന്ന് മുതലാണെന്നറിയോ? നമ്മൾ വിചാരിക്കരുത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ഹിസ്റ്ററി പറയുമ്പോൾ മുത്തുനബി തങ്ങൾ വല്ലാതെ അങ്ങോട്ട് വാചാലനാകും. എന്തിനും എന്റെ അബൂബക്കർ മുന്നിൽ എന്ന് പറയും.
ഏത് വിഷയത്തിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാനം മുത്തനബി പറഞ്ഞു, സ്വഹാബാ, നാളെ മഹ്ശറയിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് അല്ലാഹുവിന്റെ കഠോരമായ ഹിസാബ് അവിടെ ഉണ്ടാകും. എന്നാൽ ആ ഹിസാബ് ചെയ്യുന്ന സമയത്തിൽ ഒരു മനുഷ്യൻ അല്ലാഹു ഹിസാബ് ചെയ്യുകയില്ല. ആ മനുഷ്യനോട് അല്ലാഹു ഒന്നും ചോദിക്കൂല. എന്തേ നീ അങ്ങോട്ട് നോക്കിയതെന്ന ചോദ്യമില്ല. എന്തിനാ നീ അങ്ങോട്ട് പോയതെന്ന ചോദ്യമില്ല. എന്തേ നീ അങ്ങോട്ട് അങ്ങോട്ട് വന്നതെന്ന ചോദ്യമില്ല. ഒരാളോട് മാത്രം. ആള് നേരെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഖ്ശറയിലൂടെ നടന്നുപോയി. അവര് നേരെ സ്വർഗത്തിലേക്ക് കടക്കുകയായിരിക്കുമെന്ന് റസൂലുള്ളാഹ്. നേരെ സ്വർഗത്തിൽ. ഒരു ചോദ്യമില്ല. അങ്ങനത്തെ ഒരേ ഒരാളെ ഉള്ളൂ. നബി തങ്ങളോട് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചു, ആരാണ് യാ റസൂലല്ലാഹ്? നബി പറഞ്ഞു, അതെന്റെ അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. അതെന്റെ അബൂബക്കറാണ്. അപ്പൊ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദ്യം ചോദിച്ചു, മുത്തനബി എന്റെ അവസ്ഥയാണ്, എന്നോടും കഠോരമായ ചോദ്യം എന്റെ റബ്ബ് ചോദിക്കുമോ ഉമറേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഒരു അതായത് ചീഫ് ഗസ്റ്റ് എന്നുള്ള പദവി ഒരേ ഒരാൾ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം. ഒരേ ഒരാൾ. അതിന്റെ കാരണം മുത്തുനബിയുടെ പിതാവ് മരിച്ചു ചെറുപ്പത്തിൽ. അതായത് ആമിന ബീവിയുടെ ഗർഭപാത്രത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വളരുമ്പോ മുത്തുനബി തങ്ങളുടെ പിതാവ് മരിച്ചു. പിന്നെ ഉപ്പയില്ലാതെ മഹാനായ മുത്തുനബി തങ്ങൾക്ക് ജന്മം നൽകി ആമിന ബീവി റളിയല്ലാഹു അൻഹ. സവിക്കും ഉപ്പ ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ഉപ്പയുടെ ഖബർ സിയാറത്തിന് പോയി. അവിടെ വെച്ചുകൊണ്ട് അബവാഹ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിൽ ആമിന ബീവി മരിച്ചു. അന്ന് മുത്തുനബി തങ്ങൾക്ക് 6 വയസ്സാണ്. ആ 6 വയസ്സുള്ള ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലേക്ക് കൊണ്ടുവന്ന്, അപ്പൊ മക്കയിലേക്ക് സ്വാഭാവികല്ലേ, ഒരു കുട്ടിന്റെ വാപ്പയും മരിച്ചു, ഉമ്മയും മരിച്ചു, ജനങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമല്ലോ. പാവായിപ്പോയിട്ടോ, ആ മുഹമ്മദിന് വാപ്പ ഉണ്ടായില്ല, ഉമ്മിയില്ല, ഒരു സാധു പാവം, അതിന്റെ ഗതികേട് ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ ഈ വർത്താനം ഇങ്ങനെ പരന്നു. ആ വർത്താനം ആരെ വീട്ടിലും അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലും പരന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വാപ്പയാരാ? അബൂ ഖുഹാഫയാരാ? അമ്രുത്തൈമിന്റെ മകൻ, ആമിറിന്റെ മകൻ അമ്രുത്തൈം, അവരാണ് അബൂ ഖുഹാഫ. അബൂ ഖുഹാഫ ഇങ്ങനെ പറഞ്ഞു ഭാര്യയോട്, പാവായിപ്പോയി, മുഹമ്മദിന് ആരുമില്ലാതായിപ്പോയി, വാപ്പിയില്ല, ഉമ്മയില്ല. ആ സമയത്തിൽ അബൂ ഖുഹാഫയുടെ മടിയിൽ ഒരു കുഞ്ഞുവാവയുണ്ടായിരുന്നു. ആ കുഞ്ഞുവാവയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് 4 വയസ്സാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, അല്ല ഉപ്പച്ചിയെ, ആരാണ് ഈ മുഹമ്മദ്? ശരിക്കും ഹിസ്റ്ററി പറയുന്നുണ്ട്, ആരാണ് ഈ മുഹമ്മദ്? അപ്പോ ഇവർ പറഞ്ഞെടുത്തു, ഇങ്ങനെ അബ്ദുള്ളന്റെ മകനാണ്, ഇങ്ങനെ ആമിന ബീവിന്റെ മകനാണ്, ഇങ്ങനെ വസ്തുക്കളൊക്കെ പറഞ്ഞെടുത്തു. അങ്ങനെ ഈ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടന്നുറങ്ങി. 4 വയസ്സാണ് കുട്ടി. രാത്രി എഴുന്നേറ്റപ്പോ കുഞ്ഞുവാവ് ഉറങ്ങണില്ല. 4 വയസ്സായ കുട്ടി ഉറങ്ങണില്ല. അബൂ ഖുഹാഫയോട് പറഞ്ഞു, ഉപ്പച്ചിയെ, എനിക്ക് മുഹമ്മദിനെ ഇന്ന് തന്നെ കാണണം, മുഹമ്മദിനെ ഇന്ന് തന്നെ കാണണം, എനിക്ക് കാണാതെ ഒരു നിമിഷം ഇനി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയൂല. അബൂ ഖുഹാഫ പറഞ്ഞു, മോനെ, നാളെ നേരം വെളുത്തിട്ടൊക്കെ പോരെ, പറ്റൂല, എനിക്ക് ഇപ്പം കാണണം. അങ്ങനെ മുത്തനബി തങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതൊരു കഅബാണെന്ന് സപ്പോസ്, ഇത് വിശുദ്ധമായ ഹജറുൽ അസ്വദ്, ഇവിടെ ഇത് ഇസ്മായിൽ, ഇത് സഫ, ഇത് മർവ. മർവന്റെ നേരപ്പുറത്താണ് അബൂജാന്റെ വീട്, അതിന് നേരപ്പുറത്താണ് മുത്തനബി തങ്ങളുടെ വീട്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീടോ ഇത് കഅബ, ഇത് ഇസ്മായിൽ, അല്ലെ ഇത് ഇസ്മായിൽ, ഇത് റുക്നുൽ യമാൻ. ഈ റുക്നുൽ യമാനിയുടെ ഈ ഭാഗത്താണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വീട്. അപ്പൊ ഇവിടെ നിന്ന് പോണായിട്ട് അങ്ങോട്ട് പോണം രാത്രി. ഞാൻ അതിനാണ് ഇങ്ങനെ കറക്റ്റ് വീട് പറഞ്ഞത്. അങ്ങനെ അബൂ ഖുഹാഫ പറഞ്ഞു, മോനെ, നാളെ നേരം വെളുത്തിട്ട് പോയാൽ പോരെ, നമുക്ക് തോന്നും അയൽവാസികളൊക്കെ കണ്ടുവിടാൻ, കുറച്ച് നടക്കാനുണ്ട്. അവനോട് എനിക്ക് പറ്റൂല, ഇപ്പം കാണണം. 4 വയസ്സായ കുഞ്ഞുവാവ, ആ കുഞ്ഞുവാവ അങ്ങനെയല്ല, ചെറിയ സാക്ഷ്യം പിടിക്കാന്നറിയല്ലോ. ആ 4 വയസ്സായ കുഞ്ഞുവാവയുടെ കൈയും പിടിച്ച് അബൂ ഖുഹാഫ കഅബന്റെ തൊട്ടുചാരത്തിലൂടെ നടന്നുപോയി. അപ്പോഴത്തേക്ക് മുത്തനബി തങ്ങളുടെ വീട്ടിൽ ആളുകളൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അബൂ ഖുഹാഫ വിളിച്ചു. മുത്തനബി തങ്ങളുടെ വല്യപ്പ, ഉപ്പയുടെ ഉപ്പ വാതിൽ തുറന്നു കൊടുത്തു. അബൂ ഖുഹാഫയെ കണ്ടപ്പോ, എന്തേ അബൂ ഖുഹാഫ? ഒന്നുമില്ല, മോന് മുഹമ്മദിനെ കാണുന്നു, വല്ലാണ്ട് സാക്ഷ്യം പിടിക്കുന്നുണ്ട്, ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നാണ്.
ആയിക്കോട്ടെ. അപ്പോഴത്തേക്ക് മുസ്തഫ നബി തങ്ങൾ ഈന്തപ്പന ഓല കൊണ്ട് മേഞ്ഞ ഒരു പാഴയിൽ ചുരുണ്ടു മൂടി കിടക്കുന്നുണ്ട്. 6 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ വിളിച്ചു. നബി തങ്ങൾ എഴുന്നേറ്റു.